നമുക്കിന്ന് കേസസ് പഠിക്കാം. 4 കേസസാണ് ജർമ്മനിയിലുള്ളത്. കാസൂസ് എന്നാണ് പേര്. നോമിനാറ്റീവ് ഒന്നാമത്തെ, 2 അക്യുസാറ്റീവ്, 3 ഡാറ്റീവ്, 4 ഗെനറ്റീവ്. നമുക്ക് നോമിനാറ്റീവ് കർത്താവാണ്. ഡെർ മാൻ ഈസ് ലെയറർ, ആ മനുഷ്യൻ അധ്യാപകനാണ്. ആ മനുഷ്യനാണ് നോമിനാറ്റീവ് കർത്താവ്. നമുക്ക് എല്ലാ സെൻറ്റൻസിലും പറയുന്ന പോലെ ആദ്യത്തെ ആൾ, ആദ്യം പ്രവൃത്തി ചെയ്യുന്ന ആൾ കർത്താവാണ്. ഡെർമാൻ, അതാണ് നോമിനാറ്റീവ്. 2 അക്യുസാറ്റീവ്, ആരെ എന്തിനെ എന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നതാണ് അക്യുസാറ്റീവ്. ആരെ എന്തിന്, ഒന്നെങ്കിൽ ആരെ എന്നുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യണം. ഇഷ് സേഹെ ദേമാൻ, ഞാൻ ആ മനുഷ്യനെ കാണുന്നു. ഇഷ് ഞാനാണ്, അത് അക്യുസാറ്റീവ് അല്ല, നോമിനാറ്റീവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇഷ് സേഹെ കാണുക, അതൊരു ബർബാണ്, അതങ്ങനെ നിൽക്കും. ദേൻമാൻ ആരെ എന്ന ചോദ്യത്തിന് കണ്ടോ, ദേൻമാൻ ആരെ എന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നത് അക്യുസാറ്റീവ്. ഇവിടെ ദേൻമാനാണ് അക്യുസാറ്റീവ്. അടുത്തത് ഡാറ്റീവ്. ഡാറ്റീവ് ആർക്ക് എന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നതാണ് ഡാറ്റീവ്. അതായത് അക്യുസാറ്റീവ് ഡയറക്റ്റ് ഒബ്ജക്റ്റും ഡാറ്റീവ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് നമുക്ക് ഇഷ് ഗേബെ ദേമാൻ ഐൻ ബുക്ക്, ഞാൻ ആ മനുഷ്യന് ഒരു പുസ്തകം കൊടുത്തു. ദേമാൻ ആ മനുഷ്യന്, കണ്ടോ, ആ മനുഷ്യന് ഒരു പുസ്തകം കൊടുത്തു. ഗേബെ എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഇഷ് ഗേബെ ദേമാൻ ഐൻ ബുക്ക്, ഐൻ ബുക്ക് അക്യുസാറ്റീവായിട്ടും വരും. ദേമാൻ ആ മനുഷ്യന് കൊടുത്തെന്നല്ലേ, ആ മനുഷ്യന് ഡാറ്റീവായിട്ടും വരും. ഓക്കെ, ഡാറ്റീവ് എന്ന് പറഞ്ഞാൽ ആർക്ക് എന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നതാണ് ഡാറ്റീവ്. അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഡയറക്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ നേരിട്ട് അക്യുസാറ്റീവിലോട്ട് എഴുതും. നോമിനാറ്റീവ് ഇഷ്യൂ പോകും. ഇതിനകത്ത് ദേമാൻ ആർക്ക് എന്ന ചോദ്യത്തിന് ദേമാനാണ്, അതുകൊണ്ട് ഡാറ്റീവ് ദേമാനായിരിക്കും. ഐൻ ബുക്ക് അക്യുസാറ്റീവ്. അടുത്തത് ഗെനറ്റീവ്. ഗെനറ്റീവ് 4മത്തെയാണ് കേസ്. ആരുടെ എന്ന ചോദ്യത്തിന് മസ്റ്റായിട്ടും ആൻസർ ചെയ്തിരിക്കണം. ആരുടെ, മെയിൻലി ഗെനറ്റീവ് പൊസഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പൊസഷൻ എൻ്റെ, നിൻ്റെ, യുവേഴ്സ്, മൈ, ദെയർ അവരുടെ, അങ്ങനെ. ഓക്കെ, ദസ് ഔട്ടോ ദസ് മാനസ്, ആ കാറ് അത് ആ മനുഷ്യൻ്റെ കാറാണ്. ദസ് ആണ് ഇവിടെ നോമിനാറ്റീവ് വരുന്നത്. ഇസ് ദസ് ഔട്ടോ, ആ കാറ് ആ മനുഷ്യൻ്റെയാണ്. കണ്ടോ, ആരുടെ, ദേസ് മാനസ്, ആരുടെ, അവിടെ ആൻസർ വന്ന് കണ്ടോ, ദേസ് മാനസ്. അപ്പോൾ അതാണ് ഗെനറ്റീവ്. നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ്, ഗെനറ്റീവ്. നോമിനാറ്റീവ് സബ്ജക്റ്റ്, അക്യുസാറ്റീവ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡാറ്റീവ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഗെനറ്റീവ് പൊസഷൻ ഉടമസ്ഥത. ഓക്കെ, നോമിനാറ്റീവ് വെർ ആരാണ് എന്ന ചോദ്യത്തിന്, അക്യുസാറ്റീവ് ആരെ എന്തിനെ എന്ന ചോദ്യത്തിനും, ഡാറ്റീവ് വേം ആർക്ക് എന്ന ചോദ്യത്തിനും, ഗെനറ്റീവ് വെസൻ ആരുടെ എന്ന ചോദ്യത്തിനും ആൻസർ ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് 4 കേസസ് ആണുള്ളത്. നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ്, ഗെനറ്റീവ്. ഇത് ഈസിയാണ്. ഈ 4 കേസസ് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അത് തറവായാലേ ബാക്കി നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ്, ഗെനറ്റീവ്. ഓക്കെ, ഇത്രയാണ് കേസസ്. ഇത് ബൈഹാർട്ടാക്കി വെക്കുക. ഇതിനകത്ത് അക്യുസാറ്റീവും ഡാറ്റീവും ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് നേരിട്ട് നമ്മൾ ഒരു സെൻറ്റൻസിനകത്ത് നേരിട്ടുള്ള ഒബ്ജക്റ്റാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി ഡാറ്റീവ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഒരാൾക്ക്, ആരുടെ, ആർക്കെന്ന് ആൻസർ ചെയ്യുന്നതായിരിക്കണം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഈ ഇൻഡയറക്റ്റ് ആർക്ക് എന്ന് വേമെന്ന് പറഞ്ഞാൽ ആർക്കെന്നാണ്. വെസൻ എന്ന് പറഞ്ഞാൽ ആരുടെ എന്നാണ്. വെസൻ ഡോയിഷി പറയുന്നത് ആരുടെ. അതായത് നോമിനാറ്റീവ് വേർ എന്ന ആരാണോ ഒരു ക്രിയ ചെയ്യുന്നത്, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആരാണോ അതാണ് സബ്ജക്റ്റ്. അത് നമുക്ക് സബ്ജക്റ്റ് തന്നെയാണ് നോമിനാറ്റീവ്. അത് ഈസിയാണ്. തുടക്കത്തിൽ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ നമ്മൾ സബ്ജക്റ്റാണ് എഴുതുന്നത്. അതാണ് നോമിനാറ്റീവ്. ചിലപ്പം ഒരു വസ്തുവായിരിക്കാം, ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കും, ഒരു വ്യക്തിയോ ഒരു സാധനമോ എന്തെങ്കിലും ആയിരിക്കും തുടക്കത്തിൽ നമ്മൾ എഴുതുന്നത്. അതാണ് ആരാണ് എന്ന ചോദ്യത്തിന് നോമിനാറ്റീവ്. അക്യുസാറ്റീവിൽ ആരെ അല്ലെങ്കിൽ എന്തിനെ, ഈ 2 ചോദ്യത്തിനും ആരെ എന്ന ആ ചോദ്യത്തിന് ആൻസർ ഒന്നിൽ കൊടുക്കണം, അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ആൻസർ കൊടുക്കണം. വെൻ ആൻഡ് വാസ് വാട്ടാണ്, വെൻ ആര്. അടുത്തത് ഡാറ്റീവ് വെം ആർക്ക് എന്ന ആൻസർ മസ്റ്റായിട്ടും കൊടുക്കണം. ആർക്ക് എന്ന ചോദ്യത്തിനും ആൻസർ കൊടുക്കുന്നതാണ് ഡാറ്റീവ്. അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. പിന്നെ വെസൻ ആരുടെ, അതൊരു പൊസഷനാണ്. വെസൻ ആരുടെ എന്ന ചോദ്യത്തിൻ്റെ ആൻസറാണ് ഗെനറ്റീവ്. ഓക്കെ, ഗെനറ്റീവ് ആരുടെ എന്ന ചോദ്യത്തിൻ്റെ ആൻസറാണ് ഗെനറ്റീവ്.